ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 6-ാം തീയതി വീഡിയോ ഷൂട്ട് ചെയ്യണം. ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ലച്ചുവിൻ്റെ വളകാപ്പാണ്. അപ്പോൾ ഒരു വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നും അല്ല, ജസ്റ്റ് ഫാമിലീസ് മാത്രമുള്ളൊരു ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വളകാപ്പായിട്ട് നടത്തണം, ആ രീതിയിൽ ഒരുങ്ങണം, മറ്റേ സ്റ്റേജൊക്കെ പോലെ സെറ്റ് ചെയ്യണം, ഫോട്ടോസൊക്കെ ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോൾ ഞങ്ങൾ തന്നെ നാളെ വാഴെല്ലാം വാങ്ങിച്ച് സെറ്റപ്പ് ചെയ്യാനും പിന്നെ ഇന്ന് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോകണേണ്. അപ്പോൾ റെൻ്റൽ ഐറ്റംസ് എടുക്കാനുണ്ട്, അതെടുക്കണം. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ റെൻ്റൽ സ്ഥലത്തെത്തി. സാധാരണ വാങ്ങിച്ച് ഞായറാഴ്ച ഇപ്പോൾ ലച്ചുവിൻ്റെ പരിപാടി. ഫ്രണ്ട്സ്, അപ്പോൾ റെൻ്റൽ സാധനം വാങ്ങാനുണ്ടായി, അത് വാങ്ങിച്ചു. ഇവിടെ പിക്ക് ചെയ്ത് അവിടെ ഇങ്ങോട്ട് പോയി. പിന്നെ വാങ്ങിച്ചു. അതെ, കുപ്പികൾ വാങ്ങി. ഞങ്ങൾ ഇവിടെ ഇടക്കിടക്ക് വീട്ടിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അത് കുറച്ച് ഓവറാണെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. പുറത്ത് കഴിച്ച് അല്ലേ, ഫുഡ് അടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, എന്നൊരു ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു വന്നു. ഫുഡ് എപ്പോഴും തിരിച്ച് ഇവിടെ വിളിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ ഇന്നതുകൊണ്ട് കഴിക്കണ്ടെന്ന് കരുതി, അങ്ങനെ കുറച്ച് കുറക്കാന്ന് കരുതി ജ്യൂസൊക്കെ കൂടി തിരിച്ചു വന്നു. അതെ, അപ്പൊ ഞായറാഴ്ച ഇപ്പൊ ലച്ചുവിന്റെ വളകാപ്പാണ്. ലച്ചുന്റെ ആഗ്രഹം വരുന്ന അപ്പൊ നടത്തണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ സെറ്റാക്കിയത്. പിന്നെ ഇനി നമുക്ക് വാഴയിലേക്ക് നാളെ വാഴയില വാങ്ങിച്ച് സ്റ്റേജുകൾ സെറ്റ്, അപ്പുറത്തെ റൂമിൽ തന്നെ ചെറിയൊരു സെറ്റപ്പ് ചെയ്യാണ്ട് വരും. അപ്പൊ എല്ലാരും കൂടി സെറ്റ് ചെയ്യാനായിട്ട് മൈലാഞ്ചിക്ക് വാങ്ങിച്ചു. പിന്നെ വള വാങ്ങി, കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവൾക്ക് അല്ലേ. അപ്പൊ സൺഡേ അപ്പൊ ലച്ചു പോകുവാണ് വീട്ടിലേക്ക്. ഒരു കാര്യമില്ല, പിന്നെ ഇവള് ഹോസ്റ്റലിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് പിന്നെ വലിയ നമുക്കങ്ങനെ വിഷമം തോന്നുന്ന കാര്യമൊന്നുമില്ല. കാര്യം ഇവള് ഇടയ്ക്കേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ പോയി, ഇപ്പം അവിടെ പോയാലും അവള് ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. ഇടയ്ക്ക് അതേപോലെ തന്നെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന ദിവസം ഞാൻ അങ്ങോട്ടേലും അവിടെ വയ്ക്കും, അവിടെ സ്പെൻഡ് ചെയ്യും അല്ലേ. ഇത്രയുള്ളൂ. അപ്പൊ ഇന്ന് ചേച്ചി ഇപ്പൊ വരും. ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള വ്ളോഗുകൾ കൂടുതലും ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക്. അതെ, ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് ഒക്കെ അവിടെ ആയിരിക്കാൻ ചാൻസ്. അതെ, ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്, നാളെ ശനിയാഴ്ച, പിന്നെ പരിപാടി ഞായറാഴ്ച. ഈ 3 ദിവസത്തെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു വീഡിയോ ആയിരിക്കും. അതെന്താണപ്പാ ഒരുക്കണ്ടേ? ബ്യൂട്ടീഷ്യനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു ബ്യൂട്ടീഷ്യൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ രാവിലെ പോണം, ഞായറാഴ്ച പോയി സെറ്റ് ആണ്. എന്താ പരിപാടി ഒന്നും അറിയത്തില്ല, എല്ലാ റീൽസും നോക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ ഇത് പ്രശ്നമുണ്ട കാര്യം, എനിക്ക് ഒരു ദിവസം ഒരു 100 റീലാണ് കളക്ഷൻ. ഇത് കണ്ടില്ലേ, ഈ പരിപാടി ഇത് കണ്ടില്ല, അപ്പൊ ഇത് കണ്ടില്ലേ. ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലതാണ് എനിക്ക്. കാര്യം എനിക്ക് വർക്ക് കിട്ടും. ഇങ്ങനെ ആൾക്കാർ ഒരു വളകാപ്പ് അങ്ങനെ കുറച്ച് അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ, ഫോട്ടോഷൂട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർ അതിൽ എനിക്ക് ഓക്കെയാണ്, നല്ല പരിപാടികളാണ്. പക്ഷേ ഇവള് ഹസ്ബൻഡ് നിലയിൽ എനിക്ക് അയച്ചു തരുമ്പോഴത്തേക്കും അയ്യോ ഇത് നടത്തണം അയ്യോ. പിന്നെ ഫോട്ടോഗ്രാഫി പിന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അതിന് കുഴപ്പമില്ല. ഫോട്ടോഗ്രാഫി മീൻസ് ഒരു വലിയൊരു ഫംഗ്ഷൻ ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ ഒരുങ്ങി ഫാമിലിയിൽ നിന്ന് വരും. അപ്പൊ ഇടമാസം എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ജസ്റ്റ് നമ്മളുടെ കല്യാണ സാരി തന്നെയാണ് എടുക്കുന്നതും, വേറെ അതിന് വേണ്ടി വേറെ ചെലവും കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല. അപ്പോ അവര് വന്നെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ട് ഒരു 2-3 ഫോട്ടോസ്, ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷൻ എന്ന രീതിയിലല്ല, ജസ്റ്റ് ചെറിയൊരു കുറച്ച് പേരുണ്ടാവുള്ളൂ. അതിങ്ങനെ ആ ഒരു രീതിയിൽ അപ്പൊ വീട്ടിൽ തന്നെ ചെറിയൊരു പരിപാടി. അപ്പൊ അത്രയും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വ്ളോഗിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വലിയ കാര്യങ്ങളൊന്നും ആയിട്ടല്ല, നമ്മുടെ ലൈഫിലെ എല്ലാ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കളയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഡയറി പഴയ ഗാലറി തുറന്ന് പഴയ ഫോട്ടോസ്, അതുപോലെ യൂട്യൂബ് നോക്കി നമ്മുടെ ആ മൊമെന്റ്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ആ ഒരു ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെ, ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വിശേഷങ്ങൾ, അപ്പൊ അത് നാളത്തെ കാണാം. പിന്നെ എന്തായാലും ഇനി ഞങ്ങൾ കണ്ടിട്ട് വീഡിയോ ഷൂട്ടിൽ കുറച്ച് പണിയുണ്ട്, വന്ന് കയറിയോ. അതെ, ചേച്ചി വരും, ചേച്ചിയും പിള്ളേരും ചേട്ടനും വരും. പിന്നെ എന്താ, പിന്നെ നാളത്തേക്കുള്ളത് ചെറുതായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ചെറിയൊരു ഡെക്കറേഷൻ കുറച്ച് പടം പറക്കാനുണ്ട്, അത് സെറ്റ് ചെയ്യാനുണ്ട്. അറിയില്ല, എനിക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ചിലപ്പോ മടി വന്നി നിർത്തിയാൽ ഞാൻ നിർത്തി, അല്ലെങ്കിൽ അത് കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്യും, സെറ്റ് ആക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി നാളെ കാണാം.
നാളെ എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ പോകണ്ട, ബാക്കി വരും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ്, ശനിയാഴ്ച. ജസ്റ്റ് ഫോട്ടോ വെച്ചില്ലാണ്. ഇതിപ്പോൾ ഫോട്ടോ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഫോട്ടോഷൂട്ട് വേറെ ആരുടെ അല്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടാണ്. നല്ല വീടുണ്ട്. അപ്പോൾ കുറേ നാളായി അവൾക്ക് കുറേ ഫോട്ടോസ് എടുത്ത് കൊടുക്കണം എന്ന് പറയണേ. ഇന്നാണ്, നാളെ ഞാൻ പോവും, അപ്പോൾ ഞാനും വേണം എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് വന്നേക്കാണ് ഇവിടെ. ഇപ്പോൾ ഫോട്ടോ എടുപ്പൊക്കെ ഇവിടെ നടപ്പുണ്ട്. ഇന്നലെ ആകെ കിടന്നപ്പോൾ ഒരു ടൈമായി, 12 മണി കഴിഞ്ഞു ഇന്നലെ ഞങ്ങൾ കിടന്നപ്പോൾ. ഇന്നലത്തെ കുറച്ച് പെയിൻറ്റിങ് അത് ബാക്കിയുണ്ടായിരുന്നു, തീർത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ ചെറുതായിട്ട് മൈലേഞ്ച് ഇട്ടു. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ ആൾ 9 മണിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. 9 മണിക്ക് പോയാൽ നല്ല വെയിലായിരിക്കും, അതിന് മുന്നേ പോകണമെന്ന് പറഞ്ഞ് അവളെ തന്നെ ഞങ്ങൾ കുത്തിയിടിപ്പിച്ചിട്ട് പോന്നാക്കുന്നതാണ്. ഇപ്പോൾ കാണിച്ചു തരാം. അവളുടെ പേര് ഭാവന എന്നാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അവളുടെ ബർത്ത്ഡേ ആണ് ഈ മന്ത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഫ്രണ്ട്സ്, അപ്പോൾ അത് ആ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ 18 സെറ്റ് ചെയ്തെന്ന് വന്നിട്ട് 18 സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആള് ഭാവന. എൻ്റെ പേര് മാറ്റി. അതെ, എല്ലാവരും ഭാവന എന്ന് പറയുമ്പോൾ ബി അല്ല, ബി അല്ലട്ടോ, പി. ഭാവന. 18 വയസ്സായി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അമ്മ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഭാവന ഫോട്ടോസൊക്കെ എങ്ങനെ ഉണ്ടായി? ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സൺകിസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൺകിസ്റ്റ് വേണ്ടി മാത്രം വന്ന ആളാണ്. അതെ, 9 മണിക്ക് വരാന്ന് പറഞ്ഞ സൺകിസ്റ്റ് എടുക്കാൻ. കണ്ട് പറഞ്ഞാണ് നമ്മ 7:30 ആക്കിയത്. എന്നിട്ട് 8 മണിയായപ്പോൾ ഇറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൺകിസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി കുറച്ച് നാളെ എന്നോട് എടുത്താന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ടൈം ഒത്തു വന്നത്. എന്താ എക്കോയാ? ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മുകളില് ക്ലീനിങ്ങിലാണ്. ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടായി എനിക്ക് അധികം പറ്റാത്തത് കൊണ്ടിട്ട് ചേട്ടായി ഫുള്ള് ചെയ്യുകയാണ്. റൂമൊക്കെ അടിച്ച് തുടച്ചു. അപ്പോൾ ഹോള് ക്ലീനാക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ദിവസത്തെ ഭയങ്കര റഷ് പണിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പൊടിയാണ് കൂടുതലും, അത് അവിടെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. വാഴയില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബാക്ക്ഡ്രോപ്പൊക്കെ വെച്ച് ഞങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്യാൻ പ്ലാനിലാണ്. ഒരു ചെറിയ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ കരുതിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് റൂമൊക്കെ ഇപ്പോൾ ഏകദേശം ക്ലീൻ ചെയ്ത് തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നിലമൊക്കെ തുടച്ച് ഇനി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എല്ലാ സാധനങ്ങളും തുടച്ചപ്പെടുത്ത് മാറ്റി വെച്ചേക്കണേ. വാഴയിലേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഇതാണ് ലച്ചു ഇന്നലെ നൈറ്റ് വരച്ചോണ്ടിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് മറ്റേ വാഴയിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നടുക്ക് വെക്കാനുള്ള പ്ലാൻ വെച്ച് ചെയ്തതാണ്. എന്തായാലും കൊള്ളാം, നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായി. അപ്പോൾ ഞങ്ങളുടെ ഈ വാഴയില വെച്ച് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ വെച്ച് കംപ്ലീറ്റ് ഫസ്റ്റ് ഞങ്ങൾ ഈ ബാക്ക് ഡ്രോപ്പ് നോക്കാമെന്ന് കരുതിയത്. പിന്നെ സ്പേസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അല്ലേ, ഈ മതലിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് സെറ്റാക്കണം. എന്താവും എത്രത്തോളം പെർഫെക്ഷൻ വരുമെന്നുള്ള കാര്യമൊന്നും അറിയാൻ പാടില്ല. എന്നാലും നോക്കാം അല്ലേ, തുടങ്ങാം. ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നിങ്ങൾ ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ഇല കൊണ്ടിട്ട് ഈ ഇല എടുക്കും. അതിൽ വളകാപ്പം എഴുതി സെറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു സെറ്റപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു പോർഷന് നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഈ ഒരു പോർഷൻ മതിയാവും. അതുകൊണ്ട് ഈ ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി വളകാപ്പം എഴുതി ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഫൈനലി ഞങ്ങളിതാ വർക്ക് തീർത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ചെറിയ സെറ്റപ്പ് ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലച്ചു വരച്ച പടോട് വെച്ച് വളകാപ്പെന്ന് എഴുതി സെറ്റ് ചെയ്ത് ഓക്കെ അല്ലേ ലച്ചു? സെറ്റായില്ലേ? ഇന്നിപ്പോൾ നടിച്ചു വരി കളഞ്ഞ് നമുക്ക് താഴത്തേക്ക് പോകാം. പിന്നെ ബാക്കി ഇനി നാളെ കാലത്തെ ഇവക്ക് 7:30 ആ അതെ 7:30 ആകുമ്പോഴത്തേക്കും ബ്യൂട്ടീഷ്യൻ്റെ അടുത്തുകൊണ്ട് ആക്കണം, റെഡി ആവണം. മുല്ലപ്പൂ വാങ്ങണ്ടേ? ആ 4 വെള്ളം. അതെ. അപ്പോൾ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ ഇതുണ്ട്, പ്ലാൻ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി അപ്പോൾ നാളെ പിന്നെ കണ്ടിന്യൂസ് വ്ലോഗ് എത്രത്തോളം പറ്റുമെന്ന് അറിയാൻ പല തിരക്കായിരിക്കും. എന്താ പരിപാടി ഒന്നും അറിയാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടെ ഓരോ റീൽസ് ഒക്കെ കണ്ട് ആ സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. എന്തോ കുഞ്ഞിന് വളയുടെ സൗണ്ട് ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ് ഇത് വളകാപ്പാണ്. അതെ, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നാളെ മോർണിംഗ് കാണാം. ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ സൺഡേ മോർണിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്യൂട്ടീഷ്യൻ അടുത്താക്കാൻ വേണ്ടി പോണേന് പക്ഷെ രാത്രി കുറച്ച് പണി കിട്ടി. ഇവിടെ ചില ഇലകൾ ഞങ്ങൾ ഇതേപോലത്തെ ഇലകളായിരുന്നു വെച്ചത്. അത് പക്ഷെ വാടി വീണു. പിന്നെ ഇത് പിന്നെ അഡ്ജസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായി. പക്ഷെ ഇവിടെ പിന്നെ ഇത് എഴുതിയ മെയിൻ സംഭവം പിന്നെ താഴത്ത് വരണം. ഇത് മൊത്തത്തിൽ വാടിക്കരിഞ്ഞ് താഴത്തേക്ക് വീണു. ബാക്കി പെട്ടെന്ന് കരുതിയത്. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വേറെ സെപ്പറേറ്റ് അല്ല ബാക്കി കൂടുതൽ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ അറേഞ്ച് ചെയ്ത് പഴയ വടിയിലാക്കിയിട്ടുണ്ട്. ഇനി സീനൊന്നുമില്ല അല്ലേ? പിന്നെ പോകാമല്ലോ നമുക്ക്. ബ്യൂട്ടീഷ്യൻ അടുത്ത് പോയിട്ട് ബാക്കി തിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് വരാം. ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പോഴത്തേക്കും കഴിയുമല്ലോ. ഓക്കെ, പോവാം. ഹലോ, അപ്പോൾ ഞങ്ങളിവിടെ എത്തി. പക്ഷേ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നല്ല മഴയായിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഫേസ് കഴിഞ്ഞു. ചേച്ചി അപ്പോൾ സാരി എടുക്കാൻ പോയേക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് നമ്മൾ ചെയ്യുന്ന ചേച്ചി, നികുതി ചേച്ചി. ഫ്രണ്ട്സ്, അപ്പോൾ ലച്ചുവിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത് മഴ ഉണ്ടായിരുന്നു. നമുക്ക് ഇതുകൊണ്ട് കാരണം വന്നത് ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണേ. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കരുതി. വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ അങ്ങനെ അധികം ഫോട്ടോസ് എടുക്കാനുള്ള പുറത്ത് വെച്ചിട്ട് വന്നിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ലച്ചുവിൻ്റെ ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് ഇപ്പം എത്തൂലേ? തോപ്പുംപടി എത്തി. ഞങ്ങളതേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണേ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഏകദേശം ഇപ്പോൾ പരിപാടി സ്റ്റാർട്ട് ആവാറായി. ഇപ്പോൾ ഇവിടെ തിരക്ക് തന്നെ പോകുമ്പോട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഫോട്ടോസ് എടുത്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഏതാണ് കുഴപ്പമില്ല, മേക്കപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടി പോകാൻ നമുക്ക് എന്തായാലും ഇനി കണ്ടിന്യൂസ് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കുറച്ച് ഇനി തിരക്കായിരിക്കും. അപ്പോൾ ആ തിരക്ക് വരുന്ന മുമ്പ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്പേസ് നമുക്കുള്ളൂ. ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കുക. റെഡിയല്ലേ? വെള്ളം കുടിച്ചാ എടുക്കാമോ? എടുത്തു.
ഗൈസ്, അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചത് എണീറ്റുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ പോവാണ്. എന്നെ 2:30 മുന്നേ ഇറങ്ങണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഒപ്പിച്ച് ഇറങ്ങും. അപ്പോൾ ഇനി 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, വീട്ടിലോട്ട് വരുന്നത്. എന്താ പറയണേ ഫ്രണ്ട്സ്? അപ്പോൾ ലച്ചുത യാത്ര പറഞ്ഞ് പോകാൻ പോണെയാണ്. ഇത് ലച്ചുവിൻ്റെ ഒരു കസിൻ്റെ കുട്ടിയാണ്. അവനെ കൊണ്ടുപോകണം. എന്തോ ബുദ്ധിമുട്ടുണ്ട്. നീ കരയാൻ വേണോ? കരയുന്നുണ്ടോ? ഞാൻ